കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ ജാമിയ, രണ്ടാമത്തെ മകൻ മുഹമ്മദ് ജാസിം, എൻ്റെ ഭാര്യ നസീറ. കുടുംബം ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരുപാട് യാത്രകൾ പോകുന്നു, ഒരുപാട് തിരക്കാണ്, അതിനോട് അവർ പൊരുത്തപ്പെടാറുണ്ടോ സാധാരണ? ഞാനിപ്പോൾ ടൂറ് പോകുമ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ടൂറ് പോകാറ്. അവരെ യാത്രകളിൽ അവരെ ഉൾപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഞാൻ ബിസിനസ് ആവശ്യം ഇപ്പം ബാങ്കോക്കിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ദുബായ് പോകുകയാണെങ്കിൽ അവരെയും കൂടി ഞാൻ കൂട്ടും. ഒരു ബിസിനസ് ടൂർ ആണെങ്കിൽ അവർക്കൊരു എൻജോയ്മെന്റ് ആവുമല്ലോ. ഏതായാലും നമ്മൾ പോകുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ അടിമുടി ഒരു ഫാമിലി മാൻ കൂടിയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൽബാണ്, എൻ്റെ ഹൃദയമാണ്, ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ശരി. നമ്മൾ ഇതുപോലൊരു സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മകൾ ഒരുപാട് പുറകിലേക്ക് പോകും, എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എങ്കിൽ അന്നത്തെ പാടവും പുഴയും കുളവും അങ്ങനെയുള്ള ഓർമ്മകളുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട താഴെയുള്ളത് വയലാണ്. വയലിൻ്റെ നടുക്കൂടി ഇതുപോലുള്ള തോട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി, ഞങ്ങളെ സുഹൃത്തുക്കൾ ആൾക്കാർ കൂടി അവിടെ ഒത്തുചേരും, തമാശകൾ പറയും. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ നീന്താനൊക്കെ അറിയാവുന്ന ആളാണോ? അതെ, തീർച്ചയായിട്ടും. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ ഈ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളെ രക്ഷിതാക്കൾ ഞങ്ങളുടെ ശരീരം നല്ല കുരുക്കന്മാരെ കൊണ്ട് ഒഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ തൊട്ട് അപ്പുറത്തുള്ളത് നാരായണേട്ടൻ്റെ വീടായിരുന്നു. ഞങ്ങളെ വീട് പേര് അത്തിക്കോട്ടെന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട് അത്തിക്കോട്ടെന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒയ്യാറ്. അവിടെയുള്ള കുട്ടികളെയും അതുപോലെ ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ചാണ് നമ്മൾ ഒഴിച്ചിൽ നടത്താറ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുളത്തിൽ പോയി ചാടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മ വരും. ഒരു ടെൻഷൻ ഫ്രീ ആയ മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്ന ആളായിരിക്കണം. അതെ. ഇനി ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഞാൻ ധാരാളം സ്വപ്നം കാണുന്ന ആളാണ്. ഭാവിയെക്കുറിച്ച് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, ഇപ്പം ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഞാനൊരു സ്വർണ്ണ വ്യാപാരി എന്നതിൽ ഒരുപാട് സാധ്യതയുള്ളൊരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ ഇപ്പോൾ സിംഗപ്പൂർ ആഭരണമായാലും അതുപോലെ തന്നെ ടർക്കിഷ് ആഭരണങ്ങളായാലും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇപ്പോൾ രാജസ്ഥാനി രാജ്കോട്ട് ഓർണമെൻറ്റ്സ്, ബംഗാളി ഓർണമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സാധ്യതയുള്ളൊരു മേഖലയാണ് സ്വർണ്ണ ആഭരണങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു വലിയൊരു ആഭരണ നിർമ്മാണശാല ഇവിടെ നിർമ്മിച്ചുകൂടാ? ഇപ്പം ഞാൻ ജ്വല്ലറി മാനുഫാക്ചറിങ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ്, കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള നിർമ്മാണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ, അതുപോലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് കേരള ഏറ്റവും വലിയ സ്വർണ്ണാഭരണ നിർമ്മാണശാലയെ മാറ്റുക എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാ ഈ ഒരു സ്വപ്നമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, ഈ ഒരു സ്വപ്നമാണ് നിങ്ങൾക്ക് അപ്പോൾ അത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.